ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ കഴിയുകയായിരുന്ന മേർക്കിളിയിലെ ആ ദുരിത ജീവിതത്തെക്കുറിച്ച് 10 ദിവസം മുമ്പാണ് KCN വാർത്ത പുറത്തുവിട്ടത്. മനോരോഗിയായ ഉമ്മയും പ്രായാധിക്യത്തിലും പണിക്ക് പോവേണ്ടി വരുന്ന ഉപ്പയും ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച 2 പെൺമക്കളും ആട്ടിൻകൂട്ടിന് സമാനമായ കൂരയിൽ ആടുകളുടെ മാലിന്യങ്ങൾക്കൊപ്പം കഴിയുകയായിരുന്ന കാഴ്ച ആരെയും സങ്കടപ്പെടുത്തുന്ന ഒന്നായിരുന്നു. വാർത്ത വന്ന നിമിഷം മുതൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി സാന്ത്വനവും സഹായവും ഒഴുകി. ആ പാവങ്ങൾക്ക് വേണ്ടി കൈകോർക്കാൻ പലരും മുന്നിട്ടിറങ്ങി. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന അഭിപ്രായം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. അപ്പോഴേക്കും വിവിധ GCC രാജ്യങ്ങളിലുള്ള KMCC മഞ്ചേശ്വരം മണ്ഡലം ഭാരവാഹികളുടെ വാട്സപ്പ് കൂട്ടായ്മ അവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നു. സുബൈർ കുബനൂർ അഡ്മിനായ വാട്സപ്പ് ഗ്രൂപ്പിൽ ദുബായ്, ജിദ്ദ, കുവൈറ്റ്, ഖത്തർ, റിയാദ്, ഷാർജ, അബുദാബി KMCCകളുടെ മഞ്ചേശ്വരം മണ്ഡലം ഭാരവാഹികളും മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മേൽഘടകങ്ങളുടെ ഭാരവാഹികളും ഉൾപ്പെടുന്നു. വിവിധ KMCCകളെ പ്രതിനിധീകരിച്ച് ദുബായിൽ നിന്ന് അയ്യൂബ് ഉറുമിയും, ജിദ്ദയിൽ നിന്ന് ഇബ്രാഹിം മെടുക്കയും, കുവൈറ്റിൽ നിന്ന് റസാഖ് അയ്യൂരും, ഖത്തറിൽ നിന്ന് മഹ്മൂദ് മുട്ടവും, റിയാദിൽ നിന്ന് KP മുഹമ്മദ് കൽപ്പാറയും, ഷാർജയിൽ നിന്ന് ഇർഷാദ് കമ്പാറും, അബുദാബിയിൽ നിന്ന് സെഡ്ഡെ മുഗ്രാലും വീട് പ്രഖ്യാപന ചടങ്ങിൽ ഓൺലൈനിലൂടെ പങ്കെടുത്തു. തലചായ്ക്കാൻ ഇടമില്ലാത്ത പാവങ്ങൾക്ക് സാന്ത്വനത്തിൻ്റെ മേൽക്കൂര തീർക്കുന്ന ബൈത്തുറഹ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. അതിവേഗം വീട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ഗ്രൂപ്പ് അഡ്മിൻ സുബൈർ കുബനൂർ KCN ന്യൂസിനെ അറിയിച്ചു. നല്ല മനുഷ്യർ മരിച്ചിട്ടില്ലെന്നും നന്മ പറ്റാത്ത ഹൃദയങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടെന്നും ഈ പ്രവാസി കൂട്ടായ്മ നമുക്ക് പറഞ്ഞു തരുന്നു. AB കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.